ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पति गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्टिके। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नां अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते वृषाय तुभ्यं। जयदं सुहृदो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवतस्वरूपम्। परमानंद पाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. സോ എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 15-ാമത്തെ അധ്യായം 40-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. വിസൃജ്യ തത്ര തസ്സർവം ദുകൂലാവലയാദികം നിർമ്മമോ നിരഹങ്കാര സഞ്ചിന്നാശേഷ ബന്ധന. വിസൃജ്യ തത്ര തത്സർവം ദുകൂലാവലയാദികം നിർമ്മമോ നിരഹങ്കാരഃ സച്ചിന്നാശേഷ ബന്ധന. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु जी प्रणामम। ओम नमो भगवते वासुदेवाय। विसृज्य तत्र तत्सर्वं दुगुलावलयादिगं निर्ममो निरहंकार സഞ്ചിന്നാശേഷബന്ധനഃ. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. മഹാരാജാവ് യുധിഷ്ഠിരൻ തൽക്ഷണം തന്നെ രാജകീയമായ ഉടയാടകളും ആഭരണങ്ങളും അരപ്പട്ടയുമൊക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായും എല്ലാറ്റിൽ നിന്നും ബന്ധം വിച്ഛേദിച്ച് ഒന്നിലും താല്പര്യമില്ലാത്തവനായി തീർന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരി ബോൾ. Maharaja Yudhishthira at once relinquished all his garments, belt and ornaments of the royal order and became completely disinterested and unattached to everything. മഹാരാജ യുധിഷ്ഠിരൻ ഇവിടുന്ന് ഇന്ദ്രിയ അതായത് ഭൗതിക കർത്തവ്യത്തിൽ നിന്നും വിരമിച്ചിട്ട് ആധ്യാത്മിക തലത്തിലേക്ക് പോകാൻ വേണ്ടി തൻ്റെ പദവി രാജപദവി എല്ലാം ഉപയോഗിച്ച് ഒരു സന്യാസിയുടെ കാഷായ വസ്ത്രം സ്വീകരിച്ച് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം ഭഗവാൻ പോയി കഴിഞ്ഞു, ഭഗവാന്റെ ലീലകളെ ഈ ധരാത്തലിൽ കഴിഞ്ഞു. ഇനി തൻ്റെയും ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇവരെല്ലാം നമുക്ക് അറിയുന്നത് പോലെ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരാണ്. ഭഗവാന്റെ ലീലകൾ എവിടെ നടക്കുന്നു അവിടെ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുണ്ടായിരിക്കും. അവരുടെ ദൗത്യം കഴിഞ്ഞു. അവരെ ഇവിടെ
കർത്തവ്യം, അവരുടെ ഉത്തരവാദിത്വം അതെല്ലാം കഴിഞ്ഞു. ഇനി ഭഗവാൻ ഇല്ല ഇവിടെ. ഭഗവാൻ എവിടെയാണ് അവിടേക്ക് പോവുക, ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഹാരാജ യുധിഷ്ഠിരനും മറ്റു പാണ്ഡവന്മാരും അങ്ങനെ ശുദ്ധ ഭക്തന്മാരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നമുക്കും ഒരു ദിവസം ഇങ്ങനൊരു തീരുമാനം എടുക്കണം. കഴിഞ്ഞു, നമ്മൾക്കും ഭഗവാന്റെ ധാമിലേക്ക് പോകണം. ഈ ഇന്ദ്രിയ ഭോഗമെല്ലാം നിർത്തി. അപ്പോൾ അറ്റ് വൺസ് ആണ് മഹാരാജ യുധിഷ്ഠിര അറ്റ് വൺസ് റിലിംഗ്വിഷ്ഡ്, ഇമ്മീഡിയറ്റ്ലി. നമുക്കതിന് പറ്റുമോ? കാരണം നമ്മളെ എത്രയോ ജന്മാന്തരമായിട്ട് പല കാര്യങ്ങളിലും ആസക്തിയോടുകൂടി ജീവിക്കുന്നതാണ് അല്ലെ? പല കാര്യങ്ങളിലും ആസക്തിയോടുകൂടി പല കാര്യങ്ങളിലും നമുക്ക് ആസക്തിയുണ്ട്. ഈ ആസക്തി നമുക്ക് പെട്ടെന്ന് അത് ഇല്ലാതാക്കാൻ പറ്റില്ല അല്ലെ? പെട്ടെന്ന് അതിനെ റിനൗൺസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം നമുക്കൊരു ശിക്ഷണം തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ദിവസം നമുക്കൊരു തീരുമാനം എടുക്കണം. എന്താണ് തീരുമാനം എടുക്കേണ്ടത്? ഇതെല്ലാം വിട്ടു പോകേണ്ടി വരും. അപ്പൊ നമ്മളുടെ ഇവിടെ ആസക്തി എന്തുകൊണ്ടാണ്? നമ്മളുടെ ആസക്തി ഇവിടെ നമ്മളുടെ ബന്ധുക്കളുടെ ആസക്തി, നമ്മുടെ സ്വത്തിനോടുള്ള ആസക്തി, നമ്മുടെ പേരും പ്രശസ്തിയും അതിനുള്ള ആസക്തി അല്ലെ? ഋഷഭദേവൻ തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാണ് പറയുന്നത്? എങ്ങനെയാണ് ആസക്തി ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ആസക്തി വരുന്നത്? അതിന്റെ അതായത് ഭാഗവതത്തിൽ പറയുന്നു 5-ാമത്തെ സ്കന്ധത്തില് പുംസാസ്ത്രീയ മൈഥുനി ഭാവമേദം തയോർമിഥോ ഹൃദയഗ്രന്ഥിം ആഹു അതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തേർ ജനസ്യ മോഹോയം അഹം മമേതി. ജനസ്യ മോഹോയം അഹം മമേതി എന്താണ്? എന്റെ അഹം. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ നിർമ്മമ അല്ലെ? ഇവിടെ ഈ രണ്ട് വാക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർമ്മമോ നിരഹങ്കാര. എപ്പോഴാണ് നിർമ്മമ, അതായത് എന്റേതല്ല എന്നുള്ള ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. നിരഹങ്കാര, ഓക്കെ, ഡിറ്റാച്ച്ഡ്, അൺഅറ്റാച്ച്ഡ്. അപ്പോ ഈ രണ്ട് വാക്കുകള് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ ഋഷഭദേവൻ പറയുന്നത് എന്താണ്? ജനസ്യമോഹോയം അഹം മമേതി. എങ്ങനെ? അഹം, അത് ഞാൻ, എൻ്റെ, ആ ഒരു തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെന്റെ ഭാര്യ, ഇതെന്റെ ഭർത്താവ്, എൻ്റെ മക്കളെ, എൻ്റെ രാഷ്ട്രം, എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത്, ഇങ്ങനെയുള്ള ഈ ഒരു വലയത്തിൽ അകപ്പെട്ടിട്ട് എൻ്റേത് എന്നുള്ള ആ വലയത്തിൽ അകപ്പെട്ട് നമ്മള് ആസക്തരായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അതിനെ അത്ര പെട്ടെന്ന് മുറിച്ചിട്ട് നമുക്ക് ആ ഒരു വിരക്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഇത് വളരെ ആദ്യം മുതൽക്ക് നമ്മുടെ പരിശീലിക്കാണ്ട് ഒന്നും നടക്കില്ല അല്ലേ? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരണം. ഇതെല്ലാം നമ്മളുടെ എന്താണ്? വെറും കർത്തവ്യമായിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്, കൗമാരം ആചരേത് പ്രാജ്ഞ. കൗമാരത്തിൽ തന്നെ നമ്മളിത് ആചരണം ചെയ്ത് ശീലിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമാണ് ആ സമയമാവുന്ന സമയത്ത് നമ്മള് ഇതിനെ ആ വിരക്തിയിലേക്ക്, അത് അനാസക്തമായിട്ടുള്ള ആ സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇത് എന്റേതല്ല, ഇതെല്ലാം ഭഗവാന്റേതാണ്. ഇത് എനിക്ക് കുറച്ച് കാലത്തേക്ക് ആസ്വദിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കർത്തവ്യം നിർവഹിക്കാനോ ഉത്തരവാദിത്വം നിർവഹിക്കാനോ തന്നിട്ടുള്ള ഒരു ശരീരം മാത്രമാണ് എന്നുള്ള ആ തലത്തിലേക്ക് നമ്മൾ പോകണം. അതാണ് നിർമ്മമോ. പെട്ടെന്ന് അദ്ദേഹത്തിന് അതെല്ലാം ഉൾക്കൊണ്ട് പെട്ടെന്ന് റിനൗൺസ് ചെയ്യാൻ പറ്റി. നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇതാണ് എന്താണ് പറയുന്നത് ഋഷഭദേവൻ പറയുന്നത്, അതായത് നമ്മളുടെ അട്രാക്ഷൻ, നമ്മളുടെ ആസക്തി എന്താണ്? സ്ത്രീ പുരുഷ ബന്ധം വരുമ്പോ ദ അട്രാക്ഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. ഈ ഭൗതിക ലോകത്തിലെ നമ്മളുടെ ആ ഒരു സർവൈവൽ, നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ എന്താണ്? സ്ത്രീ പുരുഷ ബന്ധം. അപ്പൊ അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ നമുക്ക് മക്കളുണ്ടാവും, മക്കളോട് ആസക്തി ഉണ്ടാവും. അപ്പൊ നമുക്ക് വീട് വേണം, വീടിനോട് ആസക്തി ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്വത്ത് വേണം, സ്വത്തിനോട് ആവശ്യമുണ്ടാവും. പിന്നെ നമുക്ക് കാറ്, ബംഗ്ലാവ്, പിന്നെ നമ്മളുടെ ബന്ധുക്കള്, അങ്ങനെ നമ്മളുടെ റെപ്യൂട്ടേഷൻ, പേര്, പ്രശസ്തി, ഇതെല്ലാം നമ്മള് ഇതിനോടൊരു പാക്കേജാണ്. ഇതിനോട് എല്ലാത്തിനോടും നമുക്ക് ആസക്തി ഉണ്ടായിരിക്കും. ആ ആസക്തി കാരണമാണ് ജനസ്യ മോഹോയം അഹം മമേതി. ഇത് ഞാൻ, ഇത് എൻ്റേത്.
ഇതെനിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു വിരക്തി വരണമെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മളെ എന്ത് ചെയ്യണം? നമ്മളിത് പരിശീലിച്ച് വരണം. എന്ത്? ആധ്യാത്മിക ആ ഭഗവാന്റെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം, ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം. അപ്പോൾ നിർമ്മമോ യുധിഷ്ഠിര മഹാരാജന് ഉടനെ ആ തലത്തിലേക്ക് വളരാൻ പറ്റി. കാരണം യുധിഷ്ഠിര മഹാരാജാവിന് യാതൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല ഒന്നിനോടും. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. അദ്ദേഹം ഒരു രാജാവാണ്. ആയത് നിരാസക്തനായിട്ട്, ആസക്തി ഇല്ലാതെ അദ്ദേഹം തൻ്റെ ദൗത്യം, തൻ്റെ കർത്തവ്യം, തൻ്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ എന്തിനാണോ ആഗ്രഹമുള്ള അതിനോട് ആസക്തി, ആ ആസക്തി അത്ര പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ഭഗവാന്റെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് ഈ യുധിഷ്ഠിര മഹാരാജവും അതേപോലുള്ള ശുദ്ധഭക്തന്മാരും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് അവർക്ക് അവരെല്ലാവരും നമുക്കൊരു ശിക്ഷണം കൂടി തരാണ്. നമ്മളെ എങ്ങനെ ഇങ്ങനെ ആർട്ട് ഓഫ് ലിവിങ് ആൻഡ് ആർട്ട് ഓഫ് ലിവിങ്, എങ്ങനെ ജീവിക്കണം അറ്റാച്ച്മെന്റ് ഇല്ലാതെ, എങ്ങനെ ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കണം എന്നതും കൂടി കാണിച്ചു തരാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. മഹാരാജ യുധിഷ്ഠിര അറ്റ് വൺസ് റെലിംഗ്വിഷ്, ഉടനെ, അതിന് യാതൊരു വിഷമമുണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു, എസ്പെഷ്യലി നമ്മുടെ ധനമുണ്ട്, എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്, പേരും പ്രശസ്തിയുണ്ട്, ഇത് പെട്ടെന്ന് നമുക്ക് അതിന്റെ ആ അറ്റാച്ച്മെന്റ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ആദ്യകാലം മുതൽക്കേ ചെയ്യേണ്ടത്. ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അവർക്ക് വളരെ നന്നായിട്ട് അറിയാം ഇത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഉടനെ അവർക്കത് റിലിംഗ്വിഷ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഉടനെ സന്യാസ കാഷായ വസ്ത്രം എടുത്തു, അവര് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാരണം ഭഗവദ്ധാമിലേക്ക് പോകണം, ഭഗവാന്റെ കൂടെ പോകണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെ ഭക്തിരസാമൃത സിന്ധുവില് ഇതുകൂടി വളരെ നല്ല ശ്ലോകമാണ്. അനാസക്തസ്യ വിഷയാൻ യഥാഹം ഉപയുഞ്ജത നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്ത വൈരാഗ്യം ഉച്ചതി. അനാസക്ത വിഷയം, അതായത് നമുക്ക് ഒരു ആസക്തി പാടില്ല ഒന്നിനോടും, ഒരു ഇന്ദ്രിയ ഭോഗങ്ങളോടും. കാരണം ഇന്ദ്രിയ ഭോഗങ്ങള് നമ്മൾ ഏർപ്പെടുമ്പോൾ അത് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കും. നമ്മളെ ബന്ധിപ്പിക്കുന്നതും നമ്മളെ മോചിപ്പിക്കുന്നതും എന്താണ്? മനസ്സാണ്. മനസ്സാണ് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നത്, മനസ്സാണ് നമ്മളെ ഇവിടുന്ന് മോചിപ്പിക്കുന്നതും. അപ്പോൾ മനസ്സ് കേന്ദ്രബിന്ദുവാണ്, അതാണ് പിവട്ട്, അല്ലെ, സെൻട്രൽ പിവട്ട്. അപ്പോൾ അത് വേണ്ട വിധത്തിലെ ഇന്ദ്രിയങ്ങളെ നയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു പ്രശ്നമില്ല. അതായത് നമ്മളുടെ കർത്തവ്യം എന്താണ്, നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്, അത് നമ്മൾ ചെയ്യുക. അറ്റാച്ച്മെന്റ്, ആസക്തി ഇല്ലാതെ ഭഗവാന്റെ ഒരു നിർദ്ദേശപ്രകാരം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അനാസക്തസ്യ വിഷയാൻ, അതിൽ ആസക്തി പാടില്ല വിഷയങ്ങളില്, എന്താണ്? ഇന്ദ്രിയഭോഗങ്ങളില്. എന്നാൽ മാത്രം പിന്നെ എന്താണ് ചെയ്യുന്നത്? നിർബന്ധേ കൃഷ്ണ സംബന്ധി, എന്താണോ ഭഗവാൻ കൃഷ്ണന് പ്രീതി കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. യുക്തം വൈരാഗ്യം, അതാണ് യുക്ത വൈരാഗ്യം. അതായത് നമ്മൾ ഒന്നിൽ നിന്നും ഓടിപ്പോകാൻ പാടില്ല. ഒരു കർത്തവ്യത്തിൽ നിന്നും ഒരു ദൗത്യത്തിൽ നിന്നും നമ്മൾ ഓടിപ്പോകാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മളെല്ലാം ചെയ്തിരിക്കണം. ഇതെല്ലാം ഇല്യൂഷൻ, മായയാണ്, ഇതെല്ലാം മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ പാടില്ല. ഇതെല്ലാം എന്തുണ്ടോ അതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ അതാണ് യുക്ത വൈരാഗ്യം, അല്ലാണ്ട് ഫൽഗു വൈരാഗ്യമല്ല. ഇവിടെ പറയുന്നുണ്ട് ഇതില്, പ്രാപഞ്ചികതയാ ബുദ്ധ്യ ഹരിസംബന്ധി വസ്തുന മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കഥ്യതേ. അതായത് ഏതൊരു കാര്യത്തിലെയും നമ്മൾ അത് എന്നെ ഇവിടെ ബന്ധിപ്പിക്കുന്നു വിചാരിച്ച് നമ്മൾ അത് അവോയ്ഡ് ചെയ്താൽ അത് ഫൽഗു വൈരാഗ്യമാണ്. കാരണം ഏതൊരു കാര്യത്തിനെയും, നമ്മളുടെ പണമായിക്കോട്ടെ, നമ്മളുടെ പദവി ആയിക്കോട്ടെ, നമ്മളുടെ ബന്ധമായിക്കോട്ടെ, എന്തിനേയും ഭഗവാന്റെ പ്രീതിയിലേക്ക് നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും. അതിനെ നമ്മൾ ത്യജിക്കല്ല വേണ്ടത്. അതിനെ എല്ലാറ്റിനും, ഏതൊരു കാര്യം ഉണ്ടെങ്കിലും അതിനെ ഭഗവാന്റെ സേവനത്തിൽ അർപ്പിച്ചാൽ അത് യുക്ത വൈരാഗ്യം. അല്ല നമ്മുടെ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ അത് നല്ലതല്ല, അത് മെറ്റീരിയൽ ആണ്, അത് നമ്മൾ നിരസിക്കുകയാണെങ്കിൽ അത് ഫൽഗു.
ഫൽഗു വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭക്തി രസാമൃത സിദ്ധാന്തത്തില് രൂപഗോസ്വാമി നമുക്ക് പറയുന്നതാണ്. So to become purified of material contamination is a necessary qualification for becoming one of the associates of Lord. ഭഗവാന്റെ അസോസിയേറ്റ് ആവണമെങ്കിൽ, ഭഗവാന്റെ ധാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെ, സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സാർത്ഥ്യം, ഈ തരത്തിലുള്ള മുക്തി നമുക്ക് കിട്ടും. ഇംപേഴ്സണൽ മുക്തിയുണ്ട്. മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രഹ്മജ്യോതിയിൽ ലയിക്കാനുള്ള ആ ഒരു സായുജ്യ മുക്തിക്കുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ അതും പെർമനന്റ് അല്ല എന്ന് മനസ്സിലാക്കണം. ഭക്തന്മാരെ സംബന്ധിച്ചോളം ഭഗവാന്റെ ധാമിലേക്ക് പോവുക അല്ലെ, അപ്പൊ ഇത് 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട ആ ഒരു അവസരം: സാലോക്യം, സാമീപ്യം ആൻഡ് സാരൂപ്യം, സാഹിത്യം. ഇതിന് നമുക്ക് യോഗ്യത വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഭൗതിക തലത്തിലെ ആ ആസക്തിയിൽ നിന്ന് നമ്മൾ വിരമിക്കും. ആസക്തി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മൾ പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ചപ്പെട്ടാൽ മാത്രമേ ഭഗവാന്റെ ധാമിലേക്ക്, ഭഗവാന്റെ അസോസിയേറ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. No one can become an associate of the Lord or can go back to Godhead without such purification. നമ്മളുടെ കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ നടന്നാൽ മാത്രം, അതായത് അഹം മമേതി, ഞാൻ എൻ്റെ എന്നുള്ള ആ ഒരു തലത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. നിർമ്മമോ എൻ്റേതല്ല, എല്ലാം ഭഗവാന്റേതാണ്, ഭഗവാന്റെ പ്രീതിയാണ്. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. എന്ന് ഇത് എൻ്റേതാണ് എന്നുള്ള ഗണനം അത്രത്തോളം കാലം നമ്മുടെ ഇവിടെ ഭൗതിക ലോകത്തിൽ എന്താണ്, അത് അഹങ്കാരം. മറ്റു നിരഹങ്കാരം. അഹങ്കാരം, എല്ലാവർക്കും അഹങ്കാരമുണ്ട്, അഹങ്കാരം ഇല്ലാത്ത ആൾക്കാരില്ല. അത് ഒന്ന് ട്രൂ അഹങ്കാരം, ഒന്ന് ഫാൾസ് അഹങ്കാരം. ഫാൾസ് ഈഗോ ആൻഡ് ട്രൂ ഈഗോ. എന്താണ് ട്രൂ അഹങ്കാരം പറഞ്ഞാൽ, ഞാൻ ഭഗവാന്റേതാണ്, മമൈ വാംശോ ജീവലോകെ ജീവഭൂത സനാതന, ഭഗവാന്റെ സേവകനാകുന്നു, എനിക്ക് ദാസനാണ്, ദാസിയാണ്. ആരുടെ? ഭഗവാന്റെ അല്ലെ, ഭക്തന്മാരുടെ. ഇതാണ് ശരിക്കുള്ള ട്രൂ ഈഗോ, നിരഹങ്കാര. മറ്റത് ഫാൾസ് ഈഗോ. ഇത് ഞാൻ ഇന്ത്യനാണ്, ഞാൻ അമേരിക്കനാണ്, ഞാൻ വെളുത്തതാണ്, ഞാൻ കറുത്തതാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ബോഡ്ലി ഡിസിഗ്നേഷൻസ് ആണ്, ബോഡ്ലി ഐഡന്റിഫിക്കേഷൻ. ഇത് ടെമ്പററി ആണ്. ഇതെല്ലാം നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ. ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഞാൻ സച്ചിദാനന്ദമാണ്. ഈ ശരീരം ഇത് താൽക്കാലികമാണ്, ഇത് നശിക്കുന്നതാണ്, നശ്വരമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്താണ്? അതാണ് ട്രൂ ഈഗോ. മറ്റത് ഫാൾസ് ഈഗോ. അപ്പൊ അതിനെ നശിപ്പിക്കണം. ഫാൾസ് ഈഗോനെ നമ്മൾ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ആ ശുദ്ധത, ആ തലത്തിലേക്ക് പോകാൻ പറ്റും. സോ മഹാരാജ യുധിഷ്ഠിര therefore to become spiritually pure at once gave up his royal opulence, relinquishing his royal dress and garments. അപ്പൊ യുധിഷ്ഠിര മഹാരാജാവിന് അറിയാം, അതിന്റെ ടെക്നിക്ക് അറിയാം. ഇമ്മീഡിയറ്റ്ലി അതെല്ലാം തന്റെ ആ ആസക്തി, അതായത് ഭൗതിക തലത്തിലുള്ള ദൗത്യം, ഉത്തരവാദിത്വം, ഇതെല്ലാം വിട്ട് പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കംപ്ലീറ്റ് കട്ട് ഓഫ് ആയി. അവിടുന്ന് തൻ്റെ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചു? പരീക്ഷിത് മഹാരാജനും വജ്രനാഭനെയും ഏൽപ്പിച്ചു. എന്നിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതിനാണ് സന്യാസി. സന്യാസി നോട്ട് എക്സ്റ്റേണലി, സന്യാസി ഇന്റേണലി. സന്യാസ ആ കാഷായ വസ്ത്രം എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇന്റേണലി നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം, റെനൺഷ്യൻ്റ് ആയിരിക്കണം. ഇവിടെ ആസ് എൻ എക്സ്റ്റേണൽ ഒരു എറ്റിക്കേറ്റ് എന്ന നിലയ്ക്ക് സന്യാസി ആ സാഫ്രൻ ക്ലോത്ത് ഇവിടെ സ്വീകരിച്ചു. സോ ദ കാഷായ ഓർ സാഫ്രൻ ലോയിൻ ക്ലോത്ത് ഓഫ് എ സന്യാസി ഇൻഡിക്കേറ്റ്സ് ഫ്രീഡം ഫ്രം ഓൾ അട്രാക്റ്റീവ് മെറ്റീരിയൽ ഗാർമെന്റ്സ് ആൻഡ് ദസ് ഹി ചേഞ്ച് ഹിസ് ഡ്രസ് അക്കോർഡിംഗ്ലി. അപ്പോൾ അത് വിരക്തിയെ കാണിക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ മാത്രം. നമുക്കറിയാം, നമ്മളുടെ എന്തെങ്കിലും പ്രൊഫഷണൽ ഫീൽഡ്, ഡോക്ടർ, പോലീസ്, ഇവർക്കൊക്കെ എന്തുണ്ട്? യൂണിഫോംസ് ഉണ്ട്. അപ്പോൾ അത് അവരെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഡോക്ടർ അവരെ എത്തിക്സ്, പോലീസ് അവരുടെ എത്തിക്സിനെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിഫോം. അതേപോലെ സന്യാസി എന്ന് ഉള്ള ആ ഒരു തലത്തിലാണ് ഒരു വ്യക്തി ജീവിക്കുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാഫ്രൻ ക്ലോത്ത്. So he became disinterested in his kingdom and
family and thus became free from all material contamination or material designation. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് മെറ്റീരിയൽ ഡിസിഗ്നേഷൻ? രാജാവ്, എംപറർ, ചക്രവർത്തി, അല്ലെ? ഹീസ് നോ മോർ എംപറർ. അത് ഒരു ടെമ്പററി പോസ്റ്റ് ആയിരുന്നു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം രാജ്യം ഭരിക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ. വളരെ നന്നായിട്ട് എല്ലാ സിറ്റിസൺസിനെയും, തൻ്റെ എല്ലാ പ്രജകളെയും നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുവരാം. അത് കഴിഞ്ഞു അത് തൻ്റെ പിൻഗാമിയായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിന് ഉത്തരവാദിത്വം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഭഗവത് ധാമിലേക്ക് പോവാൻ തയ്യാറെടുത്തു. So as long as one is attached to such designation is considered materially impure. നമുക്ക് ഒരു അറ്റാച്ച്മെന്റ്, ആസക്തി ഉണ്ട് നമ്മളുടെ ഡെസിഗ്നേഷൻ, അതായത് ഉപാധികൾ, അല്ലെ? ഉപാധികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഇന്ത്യനാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ പണക്കാരനാണ്, ഇതെല്ലാം ഉപാധി. അപ്പൊ ഇത് എത്രത്തോളം കാലം നമുക്കുണ്ടോ, ഇതെല്ലാം ശരീരത്തിൽ നിന്നാണ് നമ്മൾ മറക്കണം. അതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഈ ഡെസിഗ്നേഷൻ, ഈ ഉപാധികളെല്ലാം ആത്മാവിനുള്ള ഉപാധികളല്ല. ഇതെല്ലാം തന്റെ ശരീരത്തിനാണ്. ഇത് ടെമ്പററി ആണ്. എത്ര കാലം ഉണ്ടായിരിക്കും? ഈ ലൈഫ് ടൈം. അടുത്ത ലൈഫിന് നമ്മൾ ആരായിട്ട് ജീവിക്കും നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഉപാധികളെ നമ്മൾ, അല്ലെങ്കിൽ ഈ റോങ് ഐഡന്റിറ്റീസ് അതിനെ നമ്മൾ ഉപേക്ഷിക്കും. എന്നാൽ മാത്രം നമ്മൾ പ്യൂർ ആവും. So the so-called leaders of men in the modern age are attached by national consciousness, but they do not know that such false consciousness is also another designation of the materially conditioned soul. One has to relinquish such designations before one can become eligible to go back to Godhead. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഒരുപാട് ആൾക്കാർ പാട്രിയോട്ടിസം, നാഷണലിസം, രാഷ്ട്രവാദം, ഇതാണ് അൾട്ടിമേറ്റ്, ഓൾ ഇൻ ഓൾ, ഇതാണ് എല്ലാം, ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. യെസ്, അത് മോശമല്ല, വേണം. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് അൾട്ടിമേറ്റ്, ദാറ്റ് ഈസ് നോട്ട് അവർ എയിം. അതായത് മനുഷ്യജന്മത്തിന്റെ പരമോന്നത ലക്ഷ്യം നാഷണലിസം അല്ലെങ്കിൽ രാഷ്ട്രവാദം അല്ലെങ്കിൽ പാട്രിയോട്ടിസം അല്ല. അത് നമ്മള് ഏത് വർണ്ണത്തിലാണോ, ഏത് ആശ്രമത്തിലാണോ, ഏത് ഒക്യുപ്പേഷനിലാണോ നമ്മൾ ജീവിക്കുന്നത്, അതനുസരിച്ച് നമ്മൾ ചെയ്യണമെന്ന് മാത്രം. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ഓൾ ഇൻ ഓൾ, അതല്ല നമ്മളുടെ എയിം. ഓക്കെ, അത് തെറ്റിദ്ധാരണ, മിസ്കൺസെപ്ഷൻ മാത്രം. ഒരിക്കൽ സുഭാഷ് ചന്ദ്രബോസ് നമ്മളുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ അടുത്ത് പോയി. ആരാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്? പ്രഭുപാദരുടെ ഗുരു, അല്ലെ? അപ്പോ അന്ന് ഫ്രീഡം മൂവ്മെന്റ്, ഫ്രീഡം ഫൈറ്റ് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗാന്ധിജി സമയം, അതേപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെ സമയം. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ലയൺ ഗുരുവാണ്, സിംഹ ഗുരുവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, തന്റെ മഠത്തിലുള്ള കുറെ ആൾക്കാരെ ഞങ്ങളുടെ മൂവ്മെന്റിലേക്ക് വേണം. എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമി, INA, അതിലേക്ക് വേണം. കാരണം ഞങ്ങൾ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഞങ്ങൾക്ക് തരണം, യുദ്ധത്തിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അതേപോലെ അവിടുന്ന് സ്വത്തും നിങ്ങളുടെ എന്തെല്ലാം പണമുണ്ടോ അതൊക്കെ ഞങ്ങളെ തന്ന് സഹായിക്കണം. അപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിമാർ പറഞ്ഞു, ഒരിക്കലും തരില്ല. ഞങ്ങളുടെ മഠത്തിലുള്ള പണവും തരില്ല, അതേപോലെ ആൾക്കാരിലില്ല. ആൾക്കാരോട് ചോദിച്ചിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ കൊണ്ടേക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ അതിന് പെർമിഷൻ തരില്ല. ഇവിടെ ഞങ്ങളുടെ മഠത്തിലുള്ള വല്ലവർക്കും അതിനാണ് ഇൻട്രസ്റ്റ്, കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ ഇഷ്ടമില്ലാണ്ട്, എൻ്റെ സമ്മതമില്ലാണ്ട് അവർ കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ പിന്നെ പറഞ്ഞു, എന്താണ് അങ്ങനെ പറയുന്നത്? അപ്പൊ അദ്ദേഹം കാര്യം പറഞ്ഞു, ഇപ്പൊ നിങ്ങള് ഇന്ത്യയില് ഒരു മനുഷ്യ ജന്മം എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ രാഷ്ട്രവാദികളാണ്, പാട്രിയോട്ടിസം പറയുന്നു, നാഷണലിസം പറയുന്നു. നിങ്ങൾ ഇംഗ്ലീഷിന് എഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഇംഗ്ലീഷുകാരായിട്ടുള്ള അറ്റാച്ച്മെന്റ് കാരണം, അവരോടുള്ള എപ്പോഴും ഇംഗ്ലീഷുകാരെ ബ്രിട്ടീഷുകാരെ ആ ഒരു അറ്റാച്ച്മെന്റ് കാരണം അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഇംഗ്ലണ്ടിൽ ജനിക്കും. എന്നിട്ട് നിങ്ങൾ ആരോട് യുദ്ധം ചെയ്യും? ഇന്ത്യക്കാരുടെ എഗൻസ്റ്റ് യുദ്ധം ചെയ്യും. അപ്പൊ അവിടെ നിങ്ങളുടെ രാഷ്ട്രവാദം. ഇപ്പൊ നിങ്ങൾ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യും, അടുത്ത ജന്മം നിങ്ങൾ ഇംഗ്ലീഷുകാരുടെ അവിടെ ആ ലാൻഡിൽ, ആ മണ്ണിൽ ജനിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യ എതിർവശത്തായിരിക്കും, ഇന്ത്യക്കാരോട് യുദ്ധം ചെയ്യും. അപ്പൊ യുദ്ധം ചെയ്യുന്നത് ഈ ആത്മാവല്ല, യുദ്ധം ചെയ്യുന്നത് ഈ ശരീരം മാത്രമാണ്.
അപ്പോൾ ഇന്ന് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് നാളെ ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ നിൽക്കും. അപ്പൊ ഇത് അല്ല നമ്മളുടെ ഉദ്ദേശം. അത് ഒരു സൈഡിൽ കൂടെ നടക്കും. പക്ഷേ എന്താണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ എയിം, ഗോൾ എന്താണ്? തിരിച്ച് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം ടെമ്പററി ആണ്. ഇത് വന്നും പോയിക്കൊണ്ടിരിക്കും. ഭരണാധികാരികൾ വന്നും പോയിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ ചിലപ്പോ ഇന്ത്യ ഇംഗ്ലീഷുകാരുടെ കയ്യിലായിരിക്കും, നാളെ മുഗളുടെ കയ്യിലായിരിക്കും, പിന്നെ ഒരു ദിവസം നമ്മൾ സ്വതന്ത്രമാകും, വീണ്ടും വല്ലവരും നമ്മളെ ഭരിക്കും. അങ്ങനെ ഇത് വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളുടെ തിരിച്ച് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള അവസരം എപ്പോഴും എപ്പോഴും കിട്ടില്ല. കാരണം ഈ മനുഷ്യ ജന്മത്തിന് മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ ശരിക്കുള്ള രാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈതന്യ മഹാപ്രഭു നമ്മൾ പറഞ്ഞു തന്നുണ്ട്. ഓക്കെ, നമ്മൾ ഭാരതഭൂമിയിലത്തെ ഒരു അംഗമാണെങ്കിൽ, ഒരു സിറ്റിസൺ ആണെങ്കിൽ എന്താണ് നമ്മുടെ കടമ? അതാണ് ചെയ്യുന്നത്. ഭാരതഭൂമിയുടെ ഹൈല മനുഷ്യ ജന്മയാര ജന്മ സാർത്ഥക കരി കര ഉപകാര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഭാരതഭൂമിയിൽ ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആർക്കാണെങ്കിലും ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ജന്മം സാർത്ഥകമാക്കണം. എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരുടെ ജന്മം കൂടി സാർത്ഥകമാക്കാൻ വേണ്ടി നമ്മൾ അവരെ സഹായിക്കണം. ഓക്കെ, ഇത് ഭാരതഭൂമിയിൽ ജനിച്ച ഒരുവന്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത് ചൈതന്യമാവും. കാരണം മറ്റ് ദേശങ്ങളിൽ ജനിച്ച ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടില് ഒരു കൃഷിക്കാരനാണോ, ഒരു വിദ്യാഭ്യാസം സ്കൂളിൽ പോയിട്ടില്ല, ഒരു കൃഷിക്കാരനോട് ചോദിച്ചാൽ മതി, അവർ പറയും ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ശരീരമല്ല എന്ന് പറയും. ഓക്കെ, അതാണ് അതായത് ഭാരതഭൂമിയിൽ ജനിച്ചാൽ ഒരു ഗുണം. അപ്പൊ അവർക്കറിയാം ഇതെല്ലാം ടെമ്പററി ആണ്, നമുക്ക് ഒരു ദിവസം ഇതെല്ലാം വിട്ടു പോകേണ്ടി വരും. പക്ഷേ PhD എടുത്തിട്ടുള്ള, ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള, വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള അമേരിക്കയിൽ ജനിച്ചോ റഷ്യയിൽ ജനിച്ചോ യൂറോപ്പിൽ ജനിച്ചോ ഒരാൾക്ക് അറിയില്ല താൻ ശരീരമല്ല, താൻ ആത്മാവാണെന്നുള്ള കാര്യം അവർക്കറിയില്ല. ഇവിടെ ഭാരതഭൂമിയിലെ ജനിച്ചിട്ടുള്ള സാധാരണ വ്യക്തിക്കും കൂടിയും അതിനെപ്പറ്റി അറിയാം, അതായത് ഞാൻ ആത്മാവാണ്, ശരീരമല്ല. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യം, നമ്മുടെ കടമ എന്താണ്? നമ്മളുടെ ഈ ജീവിതം സാർത്ഥകമാക്കണം. അതിനു ഉപരി നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഇത് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത് ചൈതന്യ മഹാപ്രഭു. ഇപ്പൊ രാഷ്ട്രവാദം തെറ്റല്ല, പക്ഷെ രാഷ്ട്രവാദം ഓൾ ഇൻ ഓൾ അല്ല, അതല്ല നമ്മുടെ ലക്ഷ്യം. അതിനും ഇമ്പോർട്ടന്റ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ മനുഷ്യജന്മം പാഴാക്കാതെ വേണ്ടുന്ന സമയത്ത് നമ്മുടെ ഇതിനെല്ലാം വിരക്തി, നിരാസക്തമായിട്ട് നമ്മൾ ഭഗവത് ധാമിലേക്ക് പോകാനുള്ള യോഗ്യത കൈവരിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ പരിശീലനം ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇതാണ് പറയുന്നത്, നമുക്ക് തിരിച്ച് ഭഗവത് ധാമിൽ പോകണമെങ്കിൽ അതിനുള്ള യോഗ്യത, നമ്മുടെ ഈ വിഷയങ്ങളോടുള്ള അറ്റാച്ച്മെന്റ്, ആസക്തി ഇല്ലാതെ ആക്കണം. Foolish people adore such men who die in national consciousness. But here is an example of Maharaja Yudhishthira, a royal king who prepared himself to leave this world without such national consciousness. അപ്പൊ അദ്ദേഹത്തിന്റെ സമയമായി, അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നമ്മൾ നീട്ടിക്കൊണ്ടിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഈ ബന്ധനത്തിന് ഞാൻ ഇവിടെ പെട്ടുപോകും, ആ കുരുക്കിന് ഞാൻ പെട്ടുപോകും. അപ്പൊ അതുകൊണ്ട് സമയമായി, ഭഗവാൻ ഈ ധരാത്തിൽ നിന്ന് തിരോഭാവം ചെയ്തു, എനിക്ക് ഇനി ഇവിടെ ആവശ്യമില്ല, എൻ്റെ ഉത്തരവാദിത്തം പിൻഗാമികൾക്ക് കൊടുത്ത് എനിക്ക് സന്യാസം എടുത്ത് തിരിച്ച് ഭഗവാന്റെ ധാമിലേക്ക് പോകാനുള്ള സമയമായി. അതിന് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം തീരുമാനമെടുത്തു. ആ തീരുമാനം എടുക്കാനുള്ള ആ ഒരു കോൺഷ്യസ്നെസ് ലെവലിലായിരുന്നു അദ്ദേഹം. നമ്മൾക്ക് ആ തീരുമാനം എടുക്കാനുള്ള കോൺഷ്യസ്നെസ് ലെവൽ ഇല്ല. ഇപ്പൊ ഭഗവാൻ പറയാണ്, ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവാണ് ഗോലോക വൃന്ദാവനത്തിലേക്ക്. എത്ര പേര് തയ്യാറാവും? എല്ലാവരും പറയും ഞാൻ തയ്യാറാവുന്നു. പക്ഷേ ശരിക്കും ഭഗവാൻ വന്ന് നമ്മളോട് വിളിച്ചാൽ പറയൂ, ഒരു കുറച്ച് സമയം കൂടി വേണം, എൻ്റെ ഫാമിലിക്ക് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കട്ടെ, എൻ്റെ വെൽത്ത്, എൻ്റെ സ്വത്തൊക്കെ ഒന്ന് വീതിച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കടപ്പാടുണ്ട്, മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല, മകനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല, കുട്ടികളുടെ സ്കൂൾ അഡ്മിഷൻ ചെയ്തിട്ടില്ല, ഇതൊക്കെ ഒന്ന് കുറച്ച് സമയം തരും. അതായത് നാരദ മഹർഷി ചന്തുബായുടെ കഥ പറഞ്ഞ പോലെ, ആകാശം എന്നുള്ള ഒരു കഥ പറഞ്ഞ പോലെ അല്ലെ, കുറച്ചുകൂടി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ,
ഞാൻ കുറച്ചു കാലം നന്നായി ജീവിക്കട്ടെ, അത് കഴിഞ്ഞ് മക്കളായി, മക്കളുടെ സ്കൂളായി, അവരെ കല്യാണമായി, അങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിട്ട് അവസാനം ആ വ്യക്തി ഒരു അടുത്ത വീട്ടിലെ ഒരു നായായിട്ട് ജനിച്ചു. ആ ഒരു കഥ നമുക്കറിയാം അല്ലേ? അപ്പോ അതേപോലെ നമ്മളോട് അടുത്ത് പറയാണ്, ഭഗവാൻ വന്നിട്ട് പറയാണ്, സമയമായി, നിങ്ങളെ വരൂ, ഭഗവത്ധാമിലേക്ക് വരൂ. അപ്പൊ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഞാൻ പോകാൻ തയ്യാറാണ്, പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഭഗവാൻ വന്ന് പറയാണ്, ഭഗവാൻ ദർശനം തരാണ്, നമുക്ക് പറയാണ്, അതായത് നാളെ മുതൽക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. നാളെ മുതൽക്ക് നിങ്ങള് ഒരു പരദൂഷണം പറയാൻ പാടില്ല, ഒരു കളവും പറയാൻ പാടില്ല, ഒരാളെ പറ്റി ദുഷിച്ചത് ഒരു വിചാരം പാടില്ല, നല്ലതേ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അങ്ങനെ ഒരു മാസം ഞാൻ ടെസ്റ്റ് ചെയ്യും. അതിന് നിങ്ങൾ ജയിച്ചാൽ നിങ്ങളെ ആ പരീക്ഷയിൽ പാസ്സായി നിങ്ങളെ ഞാൻ എവിടെ കൊണ്ടുപോകും? ഭഗവത്ധാമിലേക്ക് കൊണ്ടുപോകാം. എത്ര പേർക്ക് അങ്ങനെ ആ ഭഗവാന്റെ നിർദ്ദേശം ഉൾക്കൊണ്ടിട്ട് അത് പ്രകാരം ജീവിക്കാൻ പറ്റും? കാരണം നമ്മള് പരിശീലിച്ചു പോയി. നമ്മള് ആ നല്ല കാര്യങ്ങൾ കുറവും ചെയ്ത കാര്യങ്ങൾ കൂടുതലും ചെയ്ത് ജന്മജന്മാന്തരം അത് പരിശീലിച്ച് കൊണ്ടുവന്നത് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ഭഗവാന്റെ നിർദ്ദേശം ഭഗവത്ഗീതയിൽ വളരെ ക്ലിയറാണ്. എത്ര കാലമായിട്ട് ഈ ഭഗവത്ഗീത നമ്മൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എത്ര കാലമായിട്ട് നമ്മൾ ഭാഗവതം വായിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും നമുക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ? നമ്മൾ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യണം. എത്ര മാത്രം നമ്മളുടെ മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇൻട്രോസ്പെക്ട് ചെയ്താൽ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ല നമുക്ക്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം വിട്ടിട്ട് ഒരു റിനൻസിയന്റ് ആയിട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭക്തിയുത സേവനം ചെറുപ്പകാലം മുതൽക്കേ പ്രാക്ടീസ് ചെയ്യണം. അത് ചെയ്യാൻ പറ്റാതെ അപ്പോഴേ അറ്റ്ലീസ്റ്റ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞ പോലെ, അറ്റ്ലീസ്റ്റ് ഇനിയും തുടങ്ങിയില്ലേ, എപ്പോഴെങ്കിലും തുടങ്ങിയിട്ട് ആ ശേഷിച്ച കാലം നമ്മൾ അത് ഭക്തിയുത സേവനം ചെയ്തിട്ട് നമ്മളുടെ സമയമാകുമ്പോഴേക്കും നമ്മൾ ഫുള്ളി അക്യുപ്ഡ് ആയിരിക്കണം. എല്ലാ ബന്ധത്തിൽ നിന്നും മുക്തനായിട്ട് ഭഗവത്ധാമിന് പോകാനുള്ള ആ തയ്യാറെടുപ്പ് ഇപ്പൊ തന്നെ ചെയ്തില്ലെങ്കിൽ എന്താണ്? വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം, ഇതിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അപ്പൊ അതാണ് ഇവിടെ. സോ ബട്ട് ഹിയർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മഹാരാജ യുധിഷ്ഠിര. മഹാരാജ യുധിഷ്ഠിരൻ ഒരു എക്സാമ്പിൾ ആണ്, ഉദാഹരണമാണ് നമുക്ക് എല്ലാവരും. റോയൽ കിങ് ഹു പ്രിപ്പയർഡ് ഹിംസെൽഫ് ടു ലീവ് ദിസ് വേൾഡ് വിതൗട്ട് സച്ച് നാഷണൽ കോൺഷ്യസ്. അപ്പൊ അത് എന്റെ നാട്, ഞാനാ രാജാവ്, പാട്രിയോട്ടിസം, നാഷണലിസം, രാഷ്ട്രവാദം ഒന്നും അദ്ദേഹം ഇവിടെ പറയാനില്ല. ഇമ്മീഡിയറ്റ്ലി യെസ്, വിവരം അറിഞ്ഞു, ഭഗവാന്റെ തിരോധാനം നടന്നു, എനിക്ക് ഇനി വേറെ ഒന്നും നോക്കണ്ട, എന്റെ ഉത്തരവാദിത്തം ഞാൻ ആൾറെഡി അത് കൊടുത്തു കഴിഞ്ഞു, ഞാൻ ഭഗവത്ധാമിൽ പോകാനുള്ള ഒരുക്കമാനത്തുള്ളൂ. അതേപോലെ നമ്മൾ തയ്യാറെടുക്കണമെന്നാണ് പറയുന്നത് എല്ലാവരും. എന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ എന്താണ് സംഗതി? ടൈം വിൽ ഫോഴ്സ് us to leave. സമയം നമ്മളെ നിർബന്ധിക്കും ഇതെല്ലാം വിട്ട്. പെട്ടെന്ന് ഒരു അഡ്വാൻസ് നോട്ടീസും തരാതെ നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോകും. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പ്രിപ്പയർ ചെയ്യണോ, അതോ ഭഗവാൻ ആ സമയം, ഭഗവാനല്ലേ കാലോസ്മി ഭഗവാൻ സമയമായിട്ട് വന്നിട്ട് നമ്മളെ നിർബന്ധിച്ചിട്ട് ഇതെല്ലാം നമ്മളുടെ സ്നാച്ച് ചെയ്ത് നമ്മളെ കൊണ്ടുപോകും, വേറെ ശരീരത്തിൽ കൊണ്ടുപോയിടും. അപ്പൊ ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ആൻഡ് യെറ്റ് ഹി ഈസ് റിമെമ്പേർഡ് ഈവൻ ടുഡേ. കാരണം അങ്ങനെ ഭഗവത്ധാമിലേക്ക് പോകാനുള്ള ആ യോഗ്യത അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ട് എല്ലാം റിനൗൺസ് ചെയ്തിട്ട് ഭഗവത്ധാമിലേക്ക് പോകാനുള്ള ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഇന്നും അദ്ദേഹത്തിനെ എല്ലാവരും സ്മരിക്കുന്നു. ഈവൻ ടുഡേ, ബിക്കോസ് ഹി വാസ് എ ഗ്രേറ്റ് പയസ് കിങ്. നല്ലൊരു പയസ് കിങ് ആയിരുന്നു അദ്ദേഹം, എംപറർ ആയിരുന്നു, വിത്തൗട്ട് എനി അറ്റാച്ച്മെന്റ്, ആൾമോസ്റ്റ് ഓൺ ദ സെയിം ലെവൽ വിത്ത് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ശ്രീരാമ. ശ്രീരാമ ഭഗവാന് ആൾമോസ്റ്റ് തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, അങ്ങനത്തെ ഒരു രാജാവായിരുന്നു. രാമചന്ദ്ര ഭഗവാനും രാജാവായിരുന്നല്ലോ. അപ്പൊ ആ രാമചന്ദ്ര ഭഗവാന് ആൾമോസ്റ്റ് തുല്യമായിട്ടുള്ള പദവിയിലുള്ള ഒരു രാജാവായിരുന്നു ആര്? യുധിഷ്ഠിര മഹാരാജാവ്. ആൻഡ് ബിക്കോസ് പീപ്പിൾ ഓഫ് ദ വേൾഡ് were dominated by such pious kings, they were happy in all respects, and it was quite possible for such
great emperors to rule the world. ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതാണ്. And because people of the world were dominated by such അങ്ങനെ നല്ല നല്ല രാജാക്കന്മാർ ഭരിച്ചതുകൊണ്ട് അവരുടെ പ്രജകൾക്കും അത് ഗുണമാണ്. രാജാക്കന്മാർ നല്ലതല്ലെങ്കിൽ പോയി പ്രജകളുടെ കാര്യം പോയി, അല്ലേ? ജൈസ രാജ വൈസ പ്രജ. എങ്ങനെയാണ് രാജാവ്, അതേപോലെ ആയിരിക്കും പ്രജകൾ. രാജാവ് നന്നായ തീർച്ചയായിട്ടും തന്റെ പ്രജകളെ നേർവഴിക്ക് നേരെ മാർഗത്തിലേക്ക് അവർ നയിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത്, കലികാലത്ത് നമുക്ക് നല്ല രാജാവില്ല, നല്ല ഭരണമില്ല. ഓക്കെ, എല്ലാവരും അവരവരുടെ താല്പര്യം, അവരവരുടെ പോക്കറ്റ് നിറയ്ക്കണം, അല്ലെ? അവരുടെ സുഖം മാത്രം. അപ്പോൾ നേരെ വഴിക്ക് നയിക്കാനുള്ള ഒരു രാജാവില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം എന്താണ്, മിസ്ഗൈഡഡ് ആണ്. വി ആർ ടോട്ടലി മിസ്ഗൈഡഡ്. എല്ലാവരും അവനവന്റെ മനസ്സെന്താണ് പറയുന്നത് അതന്നെ അവർക്ക് വേദവാക്യം, വിംസിക്കലി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിന്റെ ഉദാഹരണം നമ്മുടെ ലൈഫിൽ അതിനെ ഇംബൈബ് ചെയ്യണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സോ ടെക്സ്റ്റ് 41. വാചം ജുഹാവ മനസി തത് പ്രാണായതരേചതം മൃത്യാ അപാനം സ്വസർഗം തം പാഞ്ചത്വേഹി അജോഹവേത്. വാചം ജുഹാവ മനസി തത് പ്രാണായതരേചതം മൃത്യാ അപാനം സ്വസർഗം തം പാഞ്ചത്വേഹി അജോഹവേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വസുദേവായ. വാചം ജുഹാവ മനസി തത് പ്രാണായിതരേചതം വൃത്യാവപാനം സ്വോത്സർഗം തം പഞ്ചത്യേഹ ജോഹവേത്. വിവർത്തനം ഭാരതം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് കി ജയ്. പിന്നീട് അദ്ദേഹം ഇന്ദ്രിയങ്ങളെയെല്ലാം മനസ്സിലും മനസ്സിനെ പ്രാണനിലും പ്രാണനെ ശ്വാസത്തിലും തന്റെ സമ്പൂർണ്ണ അസ്തിത്വത്തെ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ മൃത്യുവിലും സംയോജിപ്പിച്ചു. അനന്തരം പരിശുദ്ധ ആത്മാവെന്ന നിലയിൽ അദ്ദേഹം ഭൗതിക ജീവിത സങ്കല്പത്തിൽ നിന്ന് സ്വതന്ത്രനായി. ഹരേ കൃഷ്ണ. So then he amalgamated all the sense organs into the mind, then the mind into life, life into breathing, his total existence into the embodiment of the five elements, and his body into death. Then as pure self, he became free from the material conception of life. അപ്പൊ എങ്ങനെ അദ്ദേഹത്തിന്റെ ഈ എക്സിസ്റ്റൻസ്, ഇവിടുത്തെ ഭൗതിക ലോകത്തിലത്തെ ആ അസ്തിത്വം എങ്ങനെ തിരിച്ച് അതിൻ്റെതായിട്ടുള്ള എലിമെന്റ്സിൽ ആക്കി അദ്ദേഹം ആ പ്യുവർ സെൽഫ്, ആത്മാവ് എങ്ങനെ ഇതിൽ നിന്ന് മുക്തനായി എന്നത്, എങ്ങനെ സൃഷ്ടി സംഭവിക്കുന്നു അതിന്റെ എക്സാക്ട്ലി റിവേഴ്സ് ഓർഡറിലാണ് ഈ പ്രക്രിയ. ഓക്കെ, സൃഷ്ടി സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വരുന്നു. ഓക്കെ, അതേപോലെ അതിന്റെ എൻഡിങ്, അതായത് നമ്മുടെ ഡെത്ത് എന്ന് പറയുമ്പോൾ തിരിച്ച് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ആ പ്രക്രിയ എന്ന് പറയുമ്പോൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകാം. അതാണ് എക്സാക്ട്ലി റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോലെ. അപ്പോൾ അദ്ദേഹം എന്തായാലും ഈ അമാൽഗമേറ്റഡ്, ബിക്കോസ് അവർക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് ആ യോഗസിദ്ധി ഇതെല്ലാം അവർക്കറിയാം, യോഗാഭ്യാസം എല്ലാം അറിയാം. അപ്പൊ അവർക്ക് നമുക്ക് ഇന്നത്തെ കാലത്ത് ഇത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കലികാലത്തില് ഈ അഷ്ടാംഗ യോഗ, ഹഠയോഗ ഇതൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ചെയ്യാനും പറ്റില്ല. അതിനുള്ള ക്ഷമ നമുക്കില്ല, അതിനുള്ള ലൈഫ് ഡ്യൂറേഷൻ നമുക്കില്ല, അല്ലേ? അതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഭഗവാന്റെ കൃപ കൊണ്ട് ഇതെല്ലാം അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അമാൽഗമേറ്റഡ് ഓൾ സെൻസ് ഓർഗൻസ് ടു ദ മൈൻഡ്. അപ്പോൾ മൈൻഡാണ് അതിന്റെ, ഞാൻ പറഞ്ഞ പോലെ സെൻട്രൽ പിവട്ട്. അപ്പോൾ എല്ലാ ഓർഗൻസും, സെൻസ് ഓർഗൻസും മനസ്സിലേക്ക് അമാൽഗമേറ്റ് ചെയ്തു. ദെൻ മൈൻഡ് ഇൻ ടു ലൈഫ്, ഓക്കെ, ആൻഡ് ലൈഫ് ഇൻ ടു ബ്രീതിങ്, ലൈഫ് ശ്വാസത്തിലേക്കും, പിന്നെ ഹിസ് ടോട്ടൽ എക്സിസ്റ്റൻസ് കംപ്ലീറ്റ് തൻ്റെ ആ ഭൗതിക തലത്തിലെ അസ്തിത്വം ഇൻ ടു ദ എംബോഡിമെന്റ് ഓഫ് ഫൈവ് എലിമെന്റ്സ്. എല്ലാം വരുന്നത് ഈ ശരീരം, ഭൗതിക ശരീരം, അത് ഭൗതിക ശരീരം, അതേപോലെ മനസ്സ്, ഇതെല്ലാം വരുന്നത് എവിടുന്നാണ് വരുന്നത്? ഇതെല്ലാം ഫൈവ് എലിമെന്റ്സ് എന്നാണ് വരുന്നത്, അല്ലേ? അപ്പോൾ അതിന്റെ റെസ്പെക്റ്റീവ് എലിമെന്റ്സിലേക്ക് അത് അമാൽഗമേറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി ഹിസ് ബോഡി ഇൻ ടു ഡെത്ത്.
അപ്പോൾ ശരീരം എന്തായി, കോൺഷ്യസ്നെസ് അന്ന് പോയാൽ, ആത്മാവ് അന്ന് പോയാൽ അത് ജഡമായി. ദാറ്റ് ഈസ് ഡെത്ത്. അതാണ് മരണം. മരണം ആത്മാവിനല്ല, മരണം ആർക്കാണ്? ശരീരത്തിനാണ്. ദെൻ ആസ് പ്യുവർ സെൽഫ്. അപ്പൊ ഇതിനെല്ലാം ശുദ്ധീകരിച്ചു. അതായത് തൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ചു. മനസ്സ് ശുദ്ധീകരിച്ചപ്പോൾ തന്നെ അറ്റാച്ച്മെന്റ് എല്ലാം പോയി. ടോട്ടലി എന്തായി? അവിടെ പ്യുവറായി. പ്യുവർ സെൽഫ്. പ്യുവർ സെൽഫ് പറഞ്ഞാൽ ആത്മാവ്, സച്ചിദാനന്ദമായിട്ടുള്ളത്. നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. യാതൊരു അറ്റാച്ച്മെന്റ് ഇല്ല. ശരീരത്തിനോട് ബന്ധപ്പെട്ട ഒരു വസ്തുക്കളോടും ഒരാൾക്കാരോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ പ്യുവർ സെൽഫ് ഈ മെറ്റീരിയൽ കൺസെപ്ഷന് മുക്തനായി. അപ്പോൾ മെറ്റീരിയൽ കൺസെപ്ഷൻ മുക്തനായി എന്ന് പറഞ്ഞാൽ ഫാൾസ് ഈഗോ എന്ന് മുക്തനായി എന്നർത്ഥം. ഓക്കെ, ഫാൾസ് ഈഗോ ആണ് നമ്മളിവിടെ ബന്ധിപ്പിക്കുന്നത്. എന്താണ് ഫാൾസ് ഈഗോ? ഞാൻ ശരീരമാകുന്നു, ഞാൻ പണക്കാരനാകുന്നു, ഞാൻ ഡോക്ടർ ആകുന്നു, ഇതെല്ലാം എൻ്റെ ആസ്വാദനത്തിനാണ്. ഈ ഒരു മിസ്കൺസെപ്ഷൻ, ബോഡലി ഐഡന്റിഫിക്കേഷൻ. അപ്പൊ അങ്ങനെ ആ മെറ്റീരിയൽ കൺസെപ്ഷനിൽ നിന്ന് നമ്മുടെ മുക്തരായി തിരിച്ച് ധാമയിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ആര്? യുധിഷ്ഠിര മഹാരാജാവ്. So Maharaja Yudhishthira, like his brother Arjuna, began to concentrate and gradually became freed from all material bondage. ഒരു ഭൗതിക ബന്ധനങ്ങളും ഇല്ല. അതെല്ലാം ഫ്രീ ആയി, എല്ലാത്തിനും ഫ്രീ ആയി. First he concentrated all the actions of senses and amalgamated them into the mind. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും, അതായത് സെൻസ് ആണല്ലോ, സെൻസിലൂടെയാണല്ലോ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം നമ്മുടെ ആക്ടിവിറ്റി ചെയ്യുന്നത്. നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന ഇന്ദ്രിയങ്ങളോടെ. അപ്പൊ അതിനെല്ലാം എന്ത് ചെയ്തു? അതിനെല്ലാം കോൺസെൻട്രേറ്റ് അത് മനസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അമാൽഗമേറ്റ് ചെയ്തു. ഓർ ഇൻ അതർ വേർഡ്സ്, ഹി ടേൺഡ് ഹിസ് മൈൻഡ് ടുവേർഡ് ദ ട്രാൻസ്ഫെറൻസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, അതായത് തൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഓക്കെ, അതിലേക്ക് കൺവേർട്ട് ചെയ്തു. So he prayed that since all material activities are performed by the mind in terms of actions and reactions of the material senses, and since he was going back to God, the mind would wind up its material activities and he turned towards the transcendental. അപ്പോൾ ഭൗതിക തലത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും വൈൻഡ് അപ്പ് ചെയ്തിട്ട് തൻ്റെ ആക്ടിവിറ്റീസിനെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. കംപ്ലീറ്റ് ഭഗവാന്റെ പ്രീതി, നോ മോർ മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. അത് മുഴുവനും വൈൻഡ് അപ്പ് ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ആ സേവനത്തിലേക്ക് മാറ്റിവെച്ചു. ദർ വാസ് നോ ലോങ്ങർ എ നീഡ് ഫോർ മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. അപ്പൊ അതുകൊണ്ട് ഒരു ഭൗതിക തലത്തിലുള്ള ഒരു കർമ്മം അവിടെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തനായിട്ട്, ഭഗവാന്റെ ദാസനായിട്ട്, ഭഗവാനെ സേവിച്ച് ആ സേവനത്തിലേക്ക് മാറ്റി. ആക്ച്വലി ദ ആക്ടിവിറ്റീസ് ഓഫ് ദ മൈൻഡ് കനോട്ട് ബി സ്റ്റോപ്പ്, for they are the reflection of the eternal soul, but the quality of activities can be changed from matter to the transcendental service. അപ്പൊ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി ഒരിക്കലും നിർത്താൻ പറ്റില്ല. നമ്മളുടെ ആക്ടിവിറ്റി ഒരിക്കലും നിർത്താൻ പറ്റില്ല. നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ ഈ ഭൗതിക ലോകത്തിന് എന്തെങ്കിലും മെറ്റീരിയൽ ആക്ടിവിറ്റി ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഭഗവാന്റെ സേവനം ചെയ്യണം. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തേ പറ്റൂ. ടോട്ടലി ഇനേർട്ടായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല വിത്തൗട്ട് എനി ആക്ടിവിറ്റി. അതിന് ഒരിക്കലും ഒരാൾക്കും പറ്റില്ല. നമ്മളിതിനെ ആലോചിച്ച് നോക്കും. നമ്മൾ റൂമില് അടച്ചിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാതെ എത്ര കാലം നമുക്ക് ഇരിക്കാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി, ഒന്നല്ലെങ്കിൽ ഭൗതിക തലത്തിൽ, അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിൽ. അപ്പൊ എന്താണ് ആ ഭൗതിക തലത്തിലുള്ള ആക്ടിവിറ്റി ആധ്യാത്മിക തലത്തിലുള്ള ആക്ടിവിറ്റി ആയിട്ട് മാറ്റുക. അതാണ് പറയുന്നത് can be changed from matter to transcendental service to. ഭൗതിക തലത്തിലുള്ള ആ സർവീസ് നിർത്തി ആധ്യാത്മിക തലത്തിലുള്ള സർവീസിലേക്ക് മാറ്റുക, അത്രേ പറ്റുള്ളൂ. So the material color of the mind is changed when one washes it clean of the contaminations of life breathing and thereby frees it from the contamination of repeated birth and death and situates it in pure spiritual life. അപ്പോ ഈ ഭൗതിക തലത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ അതിനെല്ലാം വിരാമം കൊടുത്താൽ, തീർച്ചയായിട്ടും ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ, പിന്നെ വീണ്ടും നമ്മുടെ ഈ ജന്മ മൃത്യു ജര വ്യാധിയിൽ കൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ആധ്യാത്മിക ലോകത്തിലെ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തപ്പെടും.
all is manifested by the temporary embodiment of the material body, which is a production of the mind at the time of death. And if the mind is purified by practice of transcendental loving service to the Lord and is constantly engaged in the service of the lotus feet of the Lord, there is no more chance of the mind producing another material body after that. Yam yam vapi smaran bhavam tyajitande kalaivaram tam tam evaidi kaunteya tadat sadbhava bhavida. അല്ലെ? അപ്പൊ എന്താണ് പറയുന്നത്? എന്താണോ നമ്മള് സ്മരിക്കുന്നത് നമ്മുടെ ദേഹം വെടിയുന്ന സമയത്ത്, ഈ ശരീരം വെടിയുന്ന സമയത്ത് എന്താണോ നമ്മുടെ മനസ്സിലെ ആ ഒരു സ്റ്റാറ്റസ്, ആ സ്മരണ, എന്തിനാണോ നമ്മൾ ചിന്തിക്കുന്നത്, അത് അടുത്ത ശരീരം നമുക്ക് പ്രദാനം ചെയ്യും. അതായിരിക്കും നമ്മുടെ അടുത്ത ബോഡി. അപ്പൊ അതുകൊണ്ട് ആ സ്മരണ എന്തായിട്ട് മാറ്റണം? ഭൗതിക തലത്തിലുള്ള സ്മരണയിൽ നിന്നും ആധ്യാത്മിക തലത്തില് ഭഗവാനെ സ്മരിച്ചാൽ, അതിനാണ് പറയുന്നത് സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതുജിത് സർവേ വിധി നിഷേധാസുർ ഏതയോർ ഏവ കിങ്കര. നമ്മള് ഒരിക്കലും ഭഗവാനെ മറക്കാൻ പാടില്ല, എപ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോ നമ്മളുടെ ആ സമയത്ത്, ദേഹം വെടിയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭഗവാന്റെ സ്മരണ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഈ ഭൗതിക ലോകത്തിലെ വേറൊരു അമ്മയുടെ യോനിയിൽ ജനിക്കേണ്ടി വരില്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക്, ഭഗവാന്റെ ധാമിലേക്ക്, ഭഗവാന്റെ പാദങ്ങൾ സേവകനായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് പ്രൊമോഷൻ കിട്ടും, ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ. സോ ദർ ഇസ് നോ മോർ ചാൻസ് ഓഫ് ദ മൈൻഡ്സ് പ്രൊഡ്യൂസിങ്. അതുകൊണ്ട് മനസ്സ് വേറൊരു ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കില്ല എടുക്കാൻ. വേറൊരു ഭൗതിക ശരീരം, നശ്വരമായിട്ടുള്ള ശരീരം നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടു. മനസ്സ് ഭഗവാന്റെ, അതായത് ഈ ആത്മാവിനെ ഭഗവാന്റെ ഒരു ദാസനാക്കിയിട്ട് പരിവർത്തനം ചെയ്തു. So it will be freed from absorption in material contamination. Will be freed from absorption. The pure soul will be able to return home back to God. അങ്ങനെ ഈ ശുദ്ധമായിട്ടുള്ള സോള്, ആത്മാവ്, കാരണം ഒരു തരത്തിലുള്ള മെറ്റീരിയൽ കണ്ടാമിനേഷൻ, ഒരു തരത്തിലുള്ള ഭൗതിക തലത്തിലുള്ള ദൂഷ്യവും അതിലില്ല, ആത്മാവിലില്ല. നോട്ട് ഈവൻ എ ടിഞ്ച് ഓഫ് മെറ്റീരിയൽ കണ്ടാമിനേഷൻ, പ്യുർ. അപ്പൊ ആത്മാവിൻ്റെ, ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഭഗവാന്റെ സേവകനാണ്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി സേവനം അർപ്പിക്കുക. അതായത് എൻ്റെ ഈഗോനെ അല്ല ഞാൻ പുഷ്ടിപ്പെടുത്തുന്നത്, ഭഗവാന്റെ ഈഗോ. ഭഗവാന്റെ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഋഷികേശ സേവനം ഭക്തി രുച്യത എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അപ്പോ സോള് അതിൻ്റെതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും, ഭഗവത് ധാമിലേക്ക് പോകാൻ പറ്റും. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 42. ത്രിത്വേ ഹുത്വാ ച പഞ്ചാത്വം തച്ചൈകത്വേ ജുഹോന്മുനി സർവം ആത്മന്യ അജുഹാവേത് ബ്രഹ്മണ്യാത്മനം അവ്യയേ. ത്രിത്വേ ഹുത്വാ ച പഞ്ചത്വം തച്ചികത്വേ ജുഹോന്മുനി സർവം ആത്മന്യ അജുഹാവേത് ബ്രഹ്മണ്യാത്മനം അവ്യയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ബാബുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 42. തൃത്വേ ഹുത്വാ ച പഞ്ചത്വം തച്ചൈകത്വേ ജുഹോന്മുനി സർവമാത്മന്യജുഹവീത് ബ്രഹ്മണ്യാത്മാനമവ്യയേ. ഹരേ കൃഷ്ണ. വിവർത്തന ഭാവാർത്ഥമായി ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. അപ്രകാരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സ്ഥൂല ശരീരത്തെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ ലയിപ്പിച്ച ശേഷം അദ്ദേഹം ത്രിഗുണങ്ങളെ ഏകമായ അവിദ്യയിലും ആ അവിദ്യയെ ഏതു പരിതസ്ഥിതിയിലും വിനാശമില്ലാത്ത ബ്രഹ്മത്തിൽ അഥവാ ആത്മാവിലും ലയിപ്പിച്ചു. ഹരേ കൃഷ്ണ. Very good. So thus annihilating the gross body of 5 elements. Okay, എന്താണ് 5 elements? ഭൂമി, രാപ്പോ, അനലോ, വായു, കം, അല്ലെ? എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ. ഇതാണ് 5 elements. അപ്പൊ അതിനെ മുഴുവൻ നശിപ്പിച്ച് എന്തിലേക്ക് amalgamate into 3 qualitative modes of material nature. Okay, അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ വരുന്നത് ഈ 3 ഗുണങ്ങളിൽ നിന്നാണ്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഓക്കെ, അതായത് ഈ 3 ഗുണങ്ങളും ഫോൾസ് ഈഗോന്റെ ഇന്ററാക്ഷനിലാണ്
ഈ പഞ്ചഭൂതങ്ങളും മനസ്സും ഇന്റലിജൻസും സെൻസസും ഒക്കെ വരുന്നത്. അപ്പൊ അതിലേക്ക് തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, സൃഷ്ടി എങ്ങനെ ഉണ്ടായോ എക്സാക്ട്ലി അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. സൃഷ്ടി സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വന്നു. അതേപോലെ നമ്മളുടെ ദേഹം, അതായത് നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ദേഹത്തിനെ നശിപ്പിച്ച് നമ്മുടെ പ്യൂർ ആകുമ്പോൾ എന്തായി, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോയി. ഓക്കെ, ഫ്രം ദ ഗ്രോസ് ടു സട്ടിൽ. അപ്പൊ ആ ഒരു പ്രോസസ്, റിവേഴ്സ് പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ദസ് അനീലൈറ്റിംഗ് ദ ഗ്രോസ് ബോഡി ഓഫ് 5 എലിമെന്റ്സ്. എല്ലാ 5 പഞ്ചഭൂതങ്ങളും 3 ഗുണങ്ങളിലേക്ക്, അതിന്റെ റെസ്പെക്റ്റീവ് ഗുണങ്ങളിലേക്ക് വിട്ടു. He merged them in one nascence and then absorbed that nascence in the self. Okay, avidya. എന്താണ് പിന്നെ ബ്രഹ്മൻ, വിച്ച് ഈസ് ഇൻഎക്സോസിബിൾ ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. അപ്പോൾ തിരിച്ച് ഇതിനെല്ലാം അതിന്റെ റെസ്പെക്റ്റീവ് എലിമെന്റ്സിലേക്ക് പോയി. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ശരീരത്തിലെ ഭൂമി, എർത്ത്, അത് എർത്ത് എലിമെന്റിലേക്ക് പോയി. എയർ എലിമെന്റിലേക്ക് പോയി. ഫയർ എലിമെന്റിലേക്ക് പോയി. വാട്ടർ എലിമെന്റിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ ഈ ദേഹം നശിപ്പിച്ചു. അതിന്റെ പ്രക്രിയ അവർക്കറിയാം, നമുക്കതറിയില്ല. ഈ ടെക്നിക്ക് നമുക്കറിയാം. നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഇതിന് മീത് നമുക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അഥവാ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് സക്സസ് ആവൂല. അപ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നാമജപമാണ് കലികാലത്തില്. യജ്ഞാനം ജപ യജ്ഞോസ്മി. വേറെ ഒരു യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ യോഗം ചെയ്യേണ്ട ആവശ്യമില്ല. നാമം കൊണ്ട് തന്നെ നമ്മളുടെ പ്യൂരിഫിക്കേഷൻ നടക്കും. ഓക്കെ, നാമം നമ്മളെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കും. കാരണം നാമം ചൊല്ലുമ്പോൾ, സിൻസിയറായിട്ട് ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളുടെ ആസക്തി എല്ലാം വെടിഞ്ഞ് നമുക്ക് ഭഗവത് സേവനം ചെയ്ത് ഭഗവാന്റെ ധാമിലേക്ക് പോകാനുള്ള ആ ഒരു യോഗ്യത നമുക്ക് കിട്ടും. അല്ലാണ്ട് ഇതേപോലെ ഈ യുധിഷ്ഠിര മഹാരാജ് ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോ അതാണ് പറയുന്നത്. എന്താണ് പർപ്പൂർ നോക്കാം. ഓൾ ദാറ്റ് ഈസ് മാനിഫെസ്റ്റഡ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ മഹത്തത്വ അവ്യക്ത. മഹത്തത്വം, അതായത് നമ്മൾ ആദ്യം ഭഗവാൻ എങ്ങനെ മഹാവിഷ്ണുവിന് സൃഷ്ടി വരുന്നു അല്ലെ? മഹാവിഷ്ണു സൃഷ്ടി വരുന്ന സമയത്ത് തൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് എത്രയോ കോടിക്കണക്കില് ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. അതെല്ലാം എങ്ങനെയാണ്? ഒരു സീഡ് ഫോമിലാണ് വരുന്നത്. അതിനെ പ്രധാനം. ഓക്കെ, അപ്പോൾ ആ പ്രധാനം അത് സീഡ് ഫോം. നമ്മൾ പറഞ്ഞില്ലേ അൺമാനിഫെസ്റ്റഡ്. ഒരു വിത്തില്, ഒരു ആലിന്റെ വിത്തില് ഒരു മരമുണ്ട്, പക്ഷെ നമുക്ക് കാണുന്നില്ല, അൺമാനിഫെസ്റ്റഡ് ആണ്. പക്ഷെ അതിൽ മരമുണ്ട് അല്ലേ? നമുക്ക് കാണും. ആ മരം വളർന്നു വന്നാൽ മാത്രമേ നമുക്ക് കണ്ടു. പക്ഷെ ആ വിത്തില് ആ മരം ഉണ്ട്. അതേപോലെ മഹത്തത്വത്തിലെല്ലാം ഉണ്ട്. മഹത്തത്വ അവ്യക്ത, അത് വ്യക്തമായിട്ടില്ല. എങ്ങനെ വിത്തിലെ മരം വ്യക്തമായിട്ടില്ല, അതേപോലെ മഹത്തത്വത്തിലെ ഈ ഇതൊന്നും വ്യക്തമായിട്ടില്ല. അപ്പൊ അതെല്ലാം കൂടി ഒരു ടോട്ടലായിട്ടായിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ സെപ്പറേറ്റ് ചെയ്യണം, സെഗ്രിഗേറ്റ് ചെയ്യണം. ഭൂമിയെ ഭൂമിയായിട്ടും വായുവിനെ വായുവായിട്ടും അതേപോലെ ജലത്തിന് ജലമായിട്ടും അഗ്നിയായിട്ടും എല്ലാം സെപ്പറേറ്റ് ചെയ്യണം. ഇതെല്ലാം സം ടോട്ടലായിട്ട്. അപ്പൊ ഭഗവാന്റെ ആ ദൃഷ്ടി പതിയുമ്പോൾ, അതിനെ എജിറ്റേറ്റ് ചെയ്യുമ്പോൾ, അതിലെ ആ ടൈം എലിമെന്റും കൂടി പ്രവേശിക്കുമ്പോൾ എന്തായി? അതിനെ എന്തായി? പിന്നെ പ്ലസ് ഫോൾസ് ഈഗോ വരുമ്പോൾ അതെല്ലാം സെഗ്രിഗേറ്റ് ആയിട്ട് ഭൂമിയായിട്ടും ജലമായിട്ടും ഫയറായിട്ടും മനസ്സായിട്ടും ഇന്റലിജൻസ് ആയിട്ടും എല്ലാം വരുന്നു. എങ്ങനെ? ഫോൾസ് ഈഗോ 3, അതായത് ഈ മഹത്തത്വം എന്ന് പറഞ്ഞാൽ അത് മോഡ് ഓഫ് ഇഗ്നോറൻസിലാണ്. മോഡ് ഓഫ് ഇഗ്നോറൻസ് പറഞ്ഞാൽ തമോ ഗുണത്തിലാണ്. ആ മോഡ് ഓഫ് ഇഗ്നോറൻസ് അതായത് മഹത്വത്തിൽ നിന്നാണ് ഫാൾസ് ഈഗോ വരുന്നത്. ആ ഫാൾസ് ഈഗോ പറഞ്ഞാൽ അത് മോഡ് ഓഫ് ഇഗ്നോറൻസ് ആണ്. പക്ഷെ അതിന് 3 ഗുണമുണ്ട്: സത്വഗുണം, രജഗുണം, തമോ ഗുണം. അപ്പൊ ഈ ഫാൾസ് ഈഗോ ഈ ഓരോ ഗുണമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സെൻസസ് വരുന്നു അല്ലെ, മൈൻഡ് വരുന്നു, ഇന്റലിജൻസ് വരുന്നു, പഞ്ചഭൂതങ്ങൾ വരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ബ്രഹ്മാവ് നമുക്കൊരു ശരീരം തരുന്നു, നമ്മുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് സംഗതി നടത്തുന്നത്. സോ മഹത്തത്വ അവ്യക്ത ആൻഡ് തിങ്സ് ദാറ്റ് ആർ വിസിബിൾ ഇൻ അവർ മെറ്റീരിയൽ വിഷൻ ആർ നത്തിങ് ബട്ട് കോമ്പിനേഷൻസ് ആൻഡ് പെർമ്യൂട്ടേഷൻസ് സച്ച് വെറൈറ്റഡ് മെറ്റീരിയൽ പ്രൊഡക്ട്സ്. അപ്പോൾ ഈ ഭൗതിക തലത്തിലെ ഇൻഗ്രീഡിയൻസ് 24 എലിമെന്റ്സ് ആണ്. അപ്പോൾ അതിന്റെ ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുള്ള
പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഭൗതിക ലോകത്തിൽ കാണുന്ന എല്ലാം. എന്തെല്ലാം നമ്മൾ കാണുന്നുണ്ടോ ഈ പ്രകൃതിയിൽ, ഇതെല്ലാം ഡിഫറെന്റ് പെർമിറ്റേഷൻ കോമ്പിനേഷനിലുള്ള മെറ്റീരിയൽ പ്രൊഡക്ട്സ് ആണ്. ഇതില് പഞ്ചഭൂതങ്ങളുണ്ട്, 5 ഇന്ദ്രിയങ്ങളുണ്ട്, വർക്കിംഗ് സെൻസസ് ഉണ്ട്, നോളജ് അക്വയറിംഗ് സെൻസസ് ഉണ്ട്, ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്, പിന്നെ 3 ഗുണങ്ങളുണ്ട് അല്ലേ? ഇതെല്ലാം കൂടി 24 എലിമെന്റ്സ് ആണ്. ഇതല്ലാണ്ട് ഒന്നും കാണില്ല, ആണ് സാഖ്യയോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ബട്ട് ദ ലിവിങ് എനർജി ഈസ് ഡിഫറെന്റ് ഫ്രം സച്ച് മെറ്റീരിയൽ പ്രൊഡക്ട്സ്. പക്ഷെ ഇതിലെല്ലാം മീതെയാണ് സോൾ, ആത്മാവ്. ഈ 24 എലിമെന്റ്സിൽ ആത്മാവ് വരുന്നില്ല അല്ലെ? ആത്മാവ് ഈ 24 എലിമെന്റ്സും അല്ല, അതിന്റെ മീതെയാണ്. സോ എബവ് ദാറ്റ്. ബട്ട് ദ ലിവിങ് എനർജി ഈസ് ഡിഫറെന്റ് ഫ്രം സച്ച് മെറ്റീരിയൽ പ്രൊഡക്ട്സ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലിവിങ് എനർജീസ് ഫോർഗെറ്റ്ഫുൾനെസ് ഓഫ് his eternal nature as eternal servant of the Lord, and his false conception of being so-called Lord of the material nature that is obliged to enter into the existence of false sense enjoyment. അപ്പൊ നമ്മളുടെ മിസ്കൺസെപ്ഷൻ, ഞാനാണ് എൻജോയർ, ഞാനാണ് ഇവിടുത്തെ പ്രൊപ്പറേറ്റർ, ഞാനാണ് ഇവിടുത്തെ കൺട്രോളർ എന്ന ആ ഫാൾസിഗോ, അഹങ്കാരം, അതായത് ഞാൻ എൻ്റെ ഈ എൻജോയ്മെന്റ് കാരണം, എൻ്റെ എന്നുള്ള കൺസെപ്ഷൻ, അഹം മമേതി എന്നുള്ള കൺസെപ്ഷൻ കാരണം നമ്മൾ ഫോൾസ്ലി എൻജോയ് ചെയ്യുന്നു നമ്മൾ ധരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. Thus, a concomitant generation of material energies is the principal cause of the mind's being material affected. അത് കാരണമാണ് നമ്മുടെ മനസ്സ് ഈ ഭൗതിക ലോകത്തിലെ നമ്മളെ ബന്ധിപ്പിക്കുന്നത്. മനസ്സാണ് ഇതിന്റെ ആ ഒരു കേന്ദ്രബിന്ദു. അതാണ് നമ്മുടെ മായാലോകത്തിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ ബന്ധിപ്പിക്കുന്നതും. Thus, the gross body of 5 elements is produced. Okay, അതായത് സൃഷ്ടി സമയത്ത് നമുക്ക് ഒരു ശരീരം തരണ്ടേ? ശരീരം തരണമെങ്കിൽ അപ്പോ അതിന് വേണ്ട എലിമെന്റ്സ് വേണ്ടേ? അപ്പൊ ഈ 5 എലിമെന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ള എലിമെന്റ്സ്. ഓക്കെ, അത് തമോ ഗുണം, അതായത് ഫാൾസിഗോ, തമോ ഗുണവും ഫാൾസിഗോയും തമ്മിലുള്ള ഇന്ററാക്ഷനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ 5 മെറ്റീരിയൽ എലിമെന്റ്സ് കിട്ടുന്നത്. ഉണ്ടോ? ഇവിടെ പറയുന്നുണ്ടോ? 5 elements is Maharaji Yudhishthira reverse the action and merge the 5 elements of the body in the 3 modes of material nature. അതിലേക്ക് തിരിച്ചു കൊടുത്തു. The qualitative distinction of the body as being good, bad or mediocre is extinguished. അതായത് സത്വ, രജസ്, തമോ ഗുണം. ശരീരത്തെ ഈ 3 ഗുണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നല്ലെങ്കിൽ സത്വഗുണത്തില്, അല്ലെങ്കിൽ രജോ ഗുണത്തില്, അല്ലെങ്കിൽ തമോ ഗുണത്തില്. അതിനെ എക്സ്റ്റിങ്വിഷ് ചെയ്തു, അതില്ലാതേക്ക്. ആൻഡ് അഗെയിൻ ദ ക്വാളിറ്റേറ്റീവ് മാനിഫെസ്റ്റേഷൻ ബിക്കം merge in the material energy. അതായത് ഈ 3 ഗുണങ്ങളും മെറ്റീരിയൽ എനർജിയിൽ മെർജ് ചെയ്തു. വിച്ച് ഈസ് പ്രൊഡ്യൂസ് ഫ്രം എ false sense of pure living being. നമ്മള് സച്ചിദാനന്ദമാണ്, പക്ഷെ മിസ്കൺസെപ്ഷൻ കാരണം നമ്മൾ എൻജോയർ ആണ്, നമ്മൾ മാസ്റ്റർ ആണ് എന്നുള്ള ഇത് കാരണം ഒരു ഫോൾസ് ഐഡന്റിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഫാൾസ് ഈഗോ ആണ് അതിന്റെ തുടക്കം. ഫാൾസ് ഈഗോ വിത്ത് 3 modes of material nature, ഇതെല്ലാം എലിമെന്റ്സും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. When one is thus inclined to become an associate of the Supreme Lord, the personality of Godhead, in one of the innumerable planets of the spiritual sky, especially in Goloka Vrindavana, one has to think always that he is different from the material energy. He has nothing to do with it. And he has to realize himself as pure spirit Brahman, qualitatively equal with the Supreme Brahman, Parameshwara. അപ്പൊ നമ്മൾ തിരിച്ച് ഭഗവതാമിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ച് നമ്മള് ബ്രഹ്മന്റെ ഒരു അംശമാണ്, ഭഗവാൻ ഒരു അംശമാണ്, സ്പിരിറ്റ് ആണ്, നമുക്ക് ഭൗതിക ലോകമായിട്ട് യാതൊരു ബന്ധമില്ല, ഇതെല്ലാം ഒരു മായാലോകമാണ്, ഇതെല്ലാം ഒരു മിസ്കൺസെപ്ഷൻ ആണ്, ഇത് ടെമ്പററി ആണ്, എല്ലാം മനസ്സിലാക്കണം. So Maharaja Yudhishthira, after distributing his kingdom to Parikshit and Vajra, did not think himself emperor of the world or head of the Kuru dynasty. തന്റെ ദൗത്യം, തന്റെ ഉത്തരവാദിത്വം അനന്തര അവകാശികളൊക്കെ കൊടുത്ത് ശേഷം അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ എംപറർ ഓഫ് ദ വേൾഡ് ആണ്, ചക്രവർത്തിയാണ് എന്ന് വിചാരിച്ചില്ല. ദിസ് സെൻസ് ഓഫ് ഫ്രീഡം ഫ്രം മെറ്റീരിയൽ റിയാക്ഷൻ ആസ് വെൽ ആസ് ഫ്രീഡം from the material engagement of the gross and subtle encirclement makes one free to act as the servitor of the Lord, even though one is in the material world. This stage is called the Jivan Mukta stage. അങ്ങനെ ജീവൻ മുക്ത, ഈ ഭൗതിക ലോകത്ത് നിന്ന് മുക്തി നേടി ഭഗവത് ധാമിലേക്ക് പോയി.
Brahma Bhuta Prasannatma, or the liberated stage, even in the material world. That is the process of ending material existence. ഇങ്ങനെയാണ് യുധിഷ്ഠിര മഹാരാജാവ് തന്റെ ഭൗതിക ലോകത്തിലുള്ള ജീവിതത്തിനെ അവസാനിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിച്ചത്. വൺ മസ്റ്റ് നോട്ട് ഓൺലി തിങ്ക് ദാറ്റ് ഈസ് ബ്രഹ്മൻ ബട്ട് മസ്റ്റ് ആക്ട് ലൈക്ക് ബ്രഹ്മൻ. അപ്പൊ നമ്മള് തിയറിറ്റിക്കലി മാത്രം മനസ്സിലാക്കിയാൽ പോരാ, പ്രാക്ടിക്കലി അതിനെ ജീവിക്കും വേണം. ഞാൻ ആത്മാവാകുന്നു എന്ന് മാത്രം ധരിച്ചാൽ പോരാ, ആത്മാവിന്റെ തലത്തിൽ നമ്മൾ കർമ്മം ചെയ്യും കൂടി വേണം. വൺ ഹു ഓൺലി തിങ്സ് ഹിംസെൽഫ് ബ്രഹ്മൻ ഈസ് ആൻ ഇംപേഴ്സണലിസ്റ്റ്. അതായത് മായാവാദികളെ ആ ബ്രഹ്മജ്യോതിയിൽ അങ്ങനെ ഞാൻ ബ്രഹ്മനാണ് എന്നുള്ള ഇത് പറയുന്നു. അത് അവരാരാണ്? ഇംപേഴ്സണലിസ്റ്റ് മായാവാദി. ആൻഡ് വൺ ഹു ആക്ട്സ് ലൈക്ക് ബ്രഹ്മൻ ഈസ് എ പ്യൂരിറ്റി. അപ്പോൾ ആക്ട് പറഞ്ഞാൽ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ആൾക്കാരെ ഇത് ശുദ്ധഭക്തം. അപ്പൊ അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ ഈ ധരാതലിലെ ഈ ഭൂമിയിലെ തൻ്റെ കർത്തവ്യമെല്ലാം അവസാനിച്ച് ഭഗവാന്റെ ധാമിലേക്ക് ഭഗവാന്റെ ലീലകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. സോ ഇത് കൂടെ നമുക്കും ശിക്ഷണം തരാണ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ അവസാന കാലം നമ്മൾ ലാസ്റ്റ് മൊമെന്റ് വരെ പിടിച്ചു നിൽക്കാതെ ഇപ്പൊ തന്നെ നമ്മൾ അതിനുള്ള പ്രയത്നം, അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജ് ചെയ്തപോലെ പെട്ടെന്ന് നമുക്ക് ആ വിരക്തി വരില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ വി ഹാവ് ടു പ്രിപ്പയർ. സോ ആർട്ട് ഓഫ് ലിവിങ് ദ ബോഡി ഷുഡ് ബി പ്രാക്ടീസ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് മനസ്സിലാക്കുക. സോ ടെക്സ്റ്റ് 43 അടുത്ത ക്ലാസ്സിൽ വാഞ്ച കൽപ്പതരുദ്ദേശ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, साई गो प्रेमानंदे, हरि हरि, हरे कृष्णा.